എം.ടി. വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തും വിവാദം കൊഴുക്കുന്നു. പരാമർശം ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ നല്ലതെന്ന് എം.ടി. പരിപാടിക്ക് ശേഷം പറഞ്ഞെന്ന് സാഹിത്യകാരൻ N.E. സുധീർ. എം.ടി. പറഞ്ഞത് പൊതുസാഹചര്യമെന്ന് കെ സച്ചിദാനന്ദനും 24-നോട് പ്രതികരിച്ചു. മാത്രമല്ല, പൊതുവെയുള്ള ആഗോള സന്ദർഭം, ദേശീയ സന്ദർഭം, ഒരുപക്ഷെ കേരള സന്ദർഭം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രം വ്യാഖ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പ്രസ്താവമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ഭൗതിക സാന്നിധ്യം കൊണ്ട് മാത്രം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്നുള്ള വ്യാഖ്യാനം അതൊരു വ്യാഖ്യാനമാണ്. പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അതൊരു സാധ്യമായ ഒരു വ്യാഖ്യാനമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ആ രീതിയിൽ മാത്രമാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതിനെ ഇന്നത്തെ ദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ, സാർവദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ മുതലായ ചോദ്യങ്ങളും അത്ര തന്നെ പ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. എം.ടി. പറഞ്ഞത് ഗൗരവമായ വിഷയമെന്ന എഴുത്തുകാരൻ സക്കറിയ, രാഷ്ട്രീയമായും മതപരമായും വീരാരാധനയുള്ള മണ്ടൻ സമൂഹമാണ് നമ്മുടേത്. വ്യക്തിപൂജയ്ക്ക് ശിശുക്കൾ പോലും എതിരെന്നും രാഷ്ട്രീയ ചർച്ചയ്ക്ക് താല്പര്യമില്ലെന്നും സക്കറിയ പറഞ്ഞു. എം.ടി. ഇത് പറഞ്ഞു, ഞാനത് വായിച്ചു. എനിക്ക് ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. ഇതിപ്പോൾ എനിക്കൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കടക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. വീരാരാധന എല്ലായിടത്തും പ്രശ്നമാണ്. അങ്ങനെയാണ് മിസ്റ്റർ ഹിറ്റ്ലർ ഉണ്ടായത്. അതല്ലെന്ന് ശിശുക്കൾക്ക് പോലും പറഞ്ഞുകൂടെ? കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും ആരെയും എന്തിനേയും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അതിവിടെയുള്ള ആരും ചെയ്യുന്നില്ല. അവർ പാർട്ടികളെ പറ്റിയുള്ള വീരാരാധനകളും മാധ്യമങ്ങളെക്കുറിച്ചുള്ള വീരാരാധനകളും മറ്റ് ജാതി മതം ഇതിനെപ്പറ്റിയുള്ള വീരാരാധനകളിൽ പെട്ടുകിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മൾ. അതിൻ്റെ മാത്രം പ്രശ്നമാണ്. ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് എൻ്റെ ആഗ്രഹം. ഇടതുപക്ഷത്തെയാണ് പരിശോധനയ്ക്ക് പ്രേരിപ്പിച്ചെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? അസന്നിഗ്ധമായിട്ട് തോന്നുന്നുണ്ട്. അത് എം.ടി. തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, എം.ടി. പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്, അത് ആത്മപരിശോധന ചെയ്യണമെന്ന്. ഇതൊരു വലിയ അവസരമാണ് എം.ടി. ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ട്വിസ്റ്റും വ്യാഖ്യാനങ്ങളും ഒന്നുമില്ലാതെ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ അത് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷമൊക്കെ തന്നെ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്, യാഥാർത്ഥ്യബോധമല്ല. വ്യക്തിപൂജയ്ക്ക് ഒരിക്കലും വശകനായ ആളല്ലായിരുന്നു. അതാണ് അദ്ദേഹത്തെ ആരാധ്യനാക്കി മാറ്റി എന്ന് എം.ടി. പറഞ്ഞിട്ടില്ല. എം.ടി. പ്രസംഗത്തിൽ ഒരിക്കലും അതില്ലാത്ത കാര്യമാണ്. അത് മാധ്യമം പോക്കറ്റിൽ നിന്ന് ഇട്ടതാണ്. കാരണം പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് മാതൃഭൂമിയിലും മനോരമയിലും വന്നിട്ടുണ്ട്. അത് ഞാൻ സശ്രദ്ധം വായിച്ചു. ഞാൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എം.ടിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള പ്രതികരണമാണ് സാഹിത്യകാരനായ N.S. മാധവൻ ഇപ്പോൾ അറിയിച്ചത്. എം.ടിയുടെ പ്രസംഗം ജനപ്രതിനിധികളെ വിലയിരുത്താനുള്ള ആഹ്വാനമെന്നായിരുന്നു എഴുത്തുകാരി സാറാ ജോസഫിന്റെ പ്രതികരണം. എം.ടിയുടെ പ്രസംഗത്തെ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും എന്ത് രീതിയിലുള്ള അധികാര പ്രയോഗമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാണ്, ഏതെങ്കിലും വ്യക്തികളുടെ നേർക്ക് അതിനെ ലളിതവൽക്കരിച്ച് പായിച്ചു കളയരുത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുകയാണ്. ദീപക്, മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം.ടി. പറഞ്ഞ ഒരു പരാമർശം അത് പിന്നീട് വിവാദമാകുന്നു, പ്രതികരണങ്ങൾ വരുന്നു. കേരളത്തിലെ ഒരു സാംസ്കാരിക ലോകത്തെ പലതായി വിഭജിക്കുന്നുണ്ടോ ഈ ഒരു പ്രസ്താവന? ഇപ്പോൾ N.S. മാധവന്റെ അടക്കം പ്രതികരണം വന്നല്ലോ. N.S. മാധവൻ്റെയും സച്ചിദാനന്ദൻ്റെയും എല്ലാം വരികൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി സാംസ്കാരിക സാഹിത്യ ലോകത്ത് രണ്ട് ചേരി ഈ എം.ടിയുടെ പ്രസംഗത്തോടെ രൂപപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ സുധീർ കുമാർ മാഷയുടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ കൃത്യമായി എം.ടിയോട് പ്രസംഗത്തിന് ശേഷം സംസാരിച്ചു, അത് കേരളത്തിലെ സർക്കാരിനെ ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം വരുന്നു. പക്ഷേ എന്നാൽ അതേ സമയത്ത് സച്ചിദാനന്ദൻ വളരെ കൃത്യമായി പറയുന്നത് ദേശീയ സാഹചര്യത്തെ, സാർവദേശീയ സാഹചര്യത്തെക്കുറിച്ചാണ്. പിണറായിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം അത്
അങ്ങനെയല്ല എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ തൻ്റെ പ്രസംഗം വിവാദമായതിനു ശേഷം അതിലൊരു ആശയ വ്യക്തത വരുത്താൻ MT തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇന്ന് രാവിലെ തന്നെ MTയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. MTയുടെ വീട്ടിൽ ഞാൻ നേരിട്ട് പോയിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ MT പ്രതികരിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായും MT വാസുദേവൻ നായർ എന്ന ഒരു മഹാനായ എഴുത്തുകാരൻ്റെ പ്രസംഗത്തെ ദുർവ്യാഖ്യാനീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു പ്രതികരണത്തിന് തയ്യാറാകാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ വിവാദങ്ങളിൽ അങ്ങ് നടക്കട്ടെ എന്നുള്ള നിലപാടിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അല്ലെങ്കിൽ MT ഈ വേളയിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മാത്രവുമല്ല, ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഈ സാംസ്കാരിക സാഹിത്യ ലോകത്ത് രാഷ്ട്രീയമായ രണ്ട് ധാരകളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയുണ്ടാകുന്നു. കാരണം MT പറഞ്ഞത് സർക്കാരിനെതിരാണ്, കേരളത്തെ ഉദ്ദേശിച്ചാണ്, മുഖ്യമന്ത്രിയെ ഇരുത്തിയാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയമായ പ്രതികരണത്തിന് ഇക്കാര്യത്തിൽ തയ്യാറായിരിക്കുന്നു. കെ മുരളീധരൻ MP തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിന് MTയുടെ ഈ KLFലെ പ്രസംഗം, മാത്രവുമല്ല KLF ഒരു സ്വകാര്യ പരിപാടിയാണ്, DC സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്, സർക്കാരിൻ്റെ ധനസഹായം നൽകുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയുമാണ് വിമർശിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞു കഴിഞ്ഞിട്ടും അത്തരത്തിലൊരു ആശയ വ്യക്തത വരുത്താൻ, തൻ്റെ പ്രസംഗം ദുർവ്യാഖ്യാനീകരിച്ചതാണെങ്കിൽ അത് പറയാൻ MT തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മൗനം വാചാലമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. ക്രിസ്റ്റീന. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. MTയുടെ പരാമർശം സാംസ്കാരിക കേരളത്തെ രണ്ടായി വിഭജിക്കുന്നുവെന്നാണ് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്.